ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ ഹംലത്തിന്റെ കൊലപാതകം പീഡന ശ്രമത്തിനിടെ എന്ന് സംശയം. ഹംലത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയതോടെ മോഷണ സാധ്യത പോലീസ് തള്ളുകയാണ്. കേസിൽ ഒന്നിലധികം പേർ നിരീക്ഷണത്തിലാണ്. ഇപ്പോൾ റാഫി കരീം ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്യുന്നു. റാഫി, തുടക്കത്തിൽ ഈ മധ്യവയസ്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് മോഷണശ്രമം വന്ന സംശയം വന്നിരുന്നു. വീടിലാകെ മുളകുപൊടി വിതറിയ നിലയിലും പിറകിലെ വാതിലിൽ കുത്തിപ്പൊളിച്ച നിലയിലുമായിരുന്നു. ഇപ്പോൾ ആ മോഷണശ്രമ സാധ്യത തള്ളുന്നത് എന്തുകൊണ്ടാണ്? ഒരു പീഡനശ്രമം എന്ന ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? വിവരം. സുഹേൽ, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഹംലത്തിനെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടപ്പോൾ തന്നെ പോലീസ് അതിൽ സംശയിച്ചത് മോഷണ ശ്രമമാണ്. കാരണം ഹംലത്തിൻ്റെ ശരീരത്തിൽ ഹംലത്ത് ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഹംലത്തിൻ്റെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയതോടുകൂടിയാണ് മോഷണ ശ്രമം എന്ന സാധ്യത പോലീസ് തള്ളിക്കളയുന്നത്. മോഷണ ശ്രമത്തിനിടെയുണ്ടായ കൊലപാതകമാണ് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് പോലീസ് മാറിയിരിക്കുകയാണ്. നിലവിൽ പോലീസ് അനുസരിച്ച് ഇതൊരു പീഡന ശ്രമത്തിനിടയിൽ നടന്നിരിക്കുന്ന കൊലപാതകമാണ് എന്നുള്ളതാണ്. കാരണം ഹംലത്തിൻ്റെ ശരീരത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായപ്പോൾ കണ്ടെത്തിയ പാടുകളും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ച പ്രാഥമിക സൂചനകളുമാണ് ഇത്തരത്തിലൊരു ലൈംഗിക അതിക്രമത്തിന്, ഒരു പീഡനത്തിന് ശ്രമം നടക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടതാകാം എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരാനുള്ള ഒരു കാരണം. ഒപ്പം തന്നെ ഈ കേസിൽ ആസൂത്രണത്തോടെയുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിനെ കണ്ടെത്തൽ. അതിന് പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ ഈ ഹംലത്തിൻ്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച നിലയിലായിരുന്നു. രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഈ കൊലപാതകം നടക്കുന്നത്. പിറ്റേ ദിവസം വൈകിട്ട് 5 മണിക്ക് ശേഷമാണ് ഈ മരണവിവരം നാട്ടുകാർ അറിയുന്നതും 6 മണിയോടുകൂടിയാണ് പോലീസ് അറിയുന്നത്. അപ്പോൾ ഇവിടെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മുൻവശത്തെ ഡോറ് അടച്ച നിലയിലായിരുന്നു. പിൻവശത്തുള്ള ഡോറിലൂടെയാണ് ഈ കൃത്യം നടത്തിയാൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. അതും അടച്ച നിലയിലായിരുന്നു. എന്നാൽ അത് കുത്തിപ്പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഹംലത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് മുളക് പൊടി വിതറിയ നിലയിലായിരുന്നു. ഇത് തെളിവ് നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ കൊലപാതകം വളരെ ആസൂത്രണത്തോടു കൂടി ചെയ്തിരിക്കുന്നതാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഹംലത്തിൻ്റെ മരണകാരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. ശ്വാസം മുട്ടിയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ ലഭ്യമാകും. ഇതിനുശേഷം വിശദമായ അന്വേഷണത്തിലേക്കും ഈ പോലീസ് സംഘം കടക്കും. നിലവിൽ 3 ആളുകളാണ്, ഈ പ്രദേശവാസികളായ 3 ആളുകളാണ് പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. ഇവരുടെ ടവർ ലൊക്കേഷനുകളും ഒപ്പം തന്നെ CDR വിവരങ്ങളും എല്ലാം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഇവരെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.